എക്സാക്ട്ലി നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം എന്ന് താല്പര്യം ഉള്ളവർ മാത്രം ഈ വീഡിയോ കാണാം, അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ദിസ്. ഹായ്, ഇന്ന് നമുക്ക് സെൽഫ് ലവ് ആൻഡ് സെൽഫ് റെസ്പെക്ട് ഈ രണ്ട് ടൈംസിനെ പറ്റി സംസാരിക്കാം. ഓക്കെ, സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ പലരോടും ചോദിക്കണം നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ പലരും പറയും അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയും. എപ്പോഴെങ്കിലും നിങ്ങളെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അവിടെയാണ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരാ സ്നേഹിക്കാൻ പോണേ? നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ളവരെയും അതുപോലെ സ്നേഹിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, എപ്പോഴും നമ്മുടെ സെൽഫ് പ്രൗഡ് ആയിരിക്കും. ഓക്കെ, മറ്റുള്ളവർ നമ്മളെ നല്ലത് പറയണം എന്നുള്ളൊരു കോൺസെപ്റ്റ് റിമൂവ് ചെയ്യാം. ലൈക്ക് നമ്മളൊരു നല്ല ഡ്രസ്സ് ഇട്ട് വാവ്, ജസ്റ്റ് ലൈക്ക് വാവ്, നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുക, നല്ല മേക്കപ്പ് ചെയ്യുക. അത് ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആയാലും റോസ് ത്രെഡ് ചെയ്യുക, ലൈക്ക് കണ്ണെഴുതുക, ഇതൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമായിരിക്കും. ചിലപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് നടക്കുക. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, നിങ്ങളത് ഹാപ്പി ആക്കുന്നു എന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് ഡു ഇറ്റ്. ബാക്കിയുള്ളവരുടെ വാലിഡേഷന് വേണ്ടിയിട്ട് കാത്തു നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, ദെൻ സെക്കൻഡ് വരുന്നതാണ് സെൽഫ് റെസ്പെക്ട്. ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക. എവിടെയാണോ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെടുക, ജസ്റ്റ് റൺ അവേ ഫ്രം ദെയർ. ഓക്കെ, അതായത് നിങ്ങളെ ശരിക്കും നിങ്ങളവിടെ ഡീഗ്രേഡ് ചെയ്യാണ്. ഓക്കെ, അത് ഏതൊരു പേഴ്സണോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എത്ര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെങ്കിലും ശരിയാണ്, നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെടുന്ന ഒരു പൊസിഷനിൽ എവിടെ ആയാലും നിങ്ങൾ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. whoever it is, whatever the situation, you just run away from that particular situation. ഓക്കെ, ഈ രണ്ട് സംഭവങ്ങളും ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ 100% ഉറപ്പ് തരാണ്. ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ വാലിഡേഷന് വേണ്ടിയിട്ട് കാത്തു നിന്നിട്ടില്ല. ഇപ്പോൾ എനിക്കൊരു ഡ്രസ്സ് ഇഷ്ടമാണ്, ഐ ജസ്റ്റ് വെയർ ഇറ്റ്. എനിക്കിപ്പോൾ ഒരു ഐലൈനർ, ജസ്റ്റ് ഒരു വിങ് ഇടാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഐ ജസ്റ്റ് പുട്ട് ഓൺ ഇറ്റ്. ജസ്റ്റ് ഐബ്രോസ് ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഐ ഡു ഇറ്റ്. എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇടാം, എനിക്കിഷ്ടമുള്ള രീതിയിൽ ഹെയർ സെറ്റ് ചെയ്യാം, ഹെയർ കട്ട് ചെയ്യാം, ലോങ് ഹെയർ വേണം, വാട്ട് എവർ ഇറ്റ് ഈസ്. മറ്റുള്ളവരുടെ വാലിഡേഷന് വേണ്ടിയിട്ട് നമ്മൾ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. യു ഗൈസ് ഫസ്റ്റ് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. നമ്മളൊരു ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടാം, ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. പലർക്കും പല ഒപ്പീനിയൻസ് ആണ്. ഓക്കെ, നിങ്ങൾക്കൊരു സ്ലീക്ക് ഹെയർ സ്റ്റൈലാണ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് ഡു ഇറ്റ്. അത് ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിലല്ല കാര്യം. ഒരു ബോയ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഹെയർ കട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ ഹെയർ കട്ട് ചെയ്യുക. ഇപ്പം നിങ്ങൾക്കൊരു ഡ്രസ്സ് ഇഷ്ടമാണെങ്കിൽ അത് ഇടുക. ചിലപ്പോൾ നമുക്ക് ഒരു ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായിരിക്കാം. സോ അത് നമ്മൾ നമ്മളത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ അത് നമ്മുടെ കംഫർട്ടാണ്. അത് നമുക്ക് ഡ്രസ്സ് ഇല്ലാത്തത് കൊണ്ടോ മറ്റുള്ളവരുടെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു ഡ്രസ്സ് ഇഷ്ടമാണ്, അത് ഇടുമ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ടാണ്, നമുക്ക് ഇഷ്ടം ഇടുമ്പോൾ എന്തോ ഒരു ഫീലിംഗ് ആണ്. സോ ഡു ഇറ്റ്, ജസ്റ്റ് ഡു ഇറ്റ് ഗൈസ്. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.